ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടം ഇന്നലെ രാത്രി ഉണ്ടായി ദാരുണമായ സംഭവമാണ്. ഇന്നലെ ആ സമയത്ത് ദൃക്സാക്ഷികളായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ള പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നത്. ചേട്ടാ, ഇന്നലെ എന്താണ് സംഭവിച്ചത് ശരിക്കും? ഇന്നലെ ഒരു 9 മണിക്ക് ശേഷം നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം മോളുടെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ വണ്ടി ഇടിച്ചൊരു വലിയ ശബ്ദവും കേട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ബസ്സും ഇതും കൂടെ ഇടിച്ച് ജാമായി കിടക്കുകയായിരുന്നു. ഞാൻ കാറിൻ്റെ ബാക്ക് ഡോർ മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ, ബാക്കി തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ബാക്ക് ഡോറിൽ നിന്ന് 2 പേരെ ഇറക്കി. പിന്നെ ബസ് ഇതും കൂടെ ജാമായി കിടന്നുകൊണ്ട് ബസ് പുറകിലോട്ട് എടുക്കാൻ വേണ്ടി ബസ്സിൻ്റെ അകത്ത് കയറി ന്യൂട്രലിട്ടിട്ട് നാട്ടുകാരെല്ലാം കൂടെ തള്ളി പുറകിലോട്ടാക്കി. ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളവരെ പുറത്തെടുക്കാൻ പറ്റുന്നത്. ഫയർഫോഴ്സും കൂടെ വന്നുകൊണ്ട് മാത്രമാണ് എടുക്കാൻ പറ്റിയത്. ഏകദേശം ഒരു 20 മിനിറ്റ് മേളിലെടുത്തു ഓരോരുത്തരെ പുറത്തെടുക്കാൻ വേണ്ടി. അവർ കൊണ്ടുവന്ന കട്ടറും മറ്റ് സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. എടുക്കാൻ നേരത്ത് തന്നെ 3 കുട്ടികൾ അനക്കമില്ലായിരുന്നു. അങ്ങനെയാണ് തോന്നിയത് എനിക്ക് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. കാര്യം ഒരാൾ മാത്രമേ ബോധമുള്ള രീതിയിലുള്ളായിരുന്നു. അതാണ് ഞാൻ ഡ്രൈവർ സീറ്റ് ഇരുന്ന വയ്യ. ബാക്കിയുള്ളവർക്ക് എല്ലാവരുടെയും മൂക്കിൽ നിന്നും അതിന് ബ്ലഡ് ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ കൈയും കാലൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായി. പിന്നെ ഏറ്റവും അവസാനമാണ് വണ്ടി ഓടിച്ച പയ്യനെ എടുത്തത്. വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വെട്ടിപ്പൊളിച്ചെല്ലാം അത് കട്ട് ചെയ്ത് മൊത്തം ഫ്രണ്ടും ബാക്കും എല്ലാ ഡോറും കട്ട് ചെയ്തിട്ടാണ് പുറത്തെടുത്തത്. സംഭവിക്കാനായിരിക്കട്ടെ സാധ്യത. നിങ്ങൾ പ്രദേശം അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ CCTV കാണുന്നത് വണ്ടി ഓടി വന്ന് വെട്ടി ബസ്സിൻ്റെ മുന്നിലേക്ക് കയറുന്ന രീതിയിലാണ് അതിൽ കാണുന്നത്. ഇത് ഇവിടെ സാധാരണ അത്ര സ്പീഡിൽ വണ്ടി കഴിവൊന്നും വരാറില്ല. കാര്യം ഇതൊരു ജംഗ്ഷനും കൂടി ആയതുകൊണ്ട്. പിന്നെ ഇത് CCTV ദൃശ്യം നമ്മൾ കണ്ടപ്പോഴേക്കും വണ്ടി പിള്ളേർ ഓടിച്ച വണ്ടി ചിലപ്പം അല്പം സ്പീഡ് കാണുവാന്ന് അറിയില്ല. തന്നെ സ്കിഡ് ചെയ്ത് നേരെ KSRTCയിലോട്ട് കയറുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഈ റൂട്ടിൽ അങ്ങനെ വലിയ സ്പീഡിൽ വണ്ടി വരാറില്ല. അപകടം നടക്കുന്ന മേഖലയൊന്നുമല്ല. വലുതായിട്ട് അങ്ങനെ അപകടം നടക്കുന്ന മേഖലയല്ല. ഇതിനു മുമ്പൊന്നും ഇത്രയും വലിയൊരു അപകടം ഇവിടെ നടന്നിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് അങ്ങനെ? ബസ്സിലൊരു കുട്ടിക്ക് നല്ല പരിക്കുണ്ടെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അത് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ കണ്ടില്ല. നല്ല കുട്ടിയാണോ? കുട്ടിയെന്നാണ് പറഞ്ഞത്. അമ്മയും അച്ഛനും കൂടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്താ പരിക്കുന്നത്, മുഖത്തെ പല്ലിനൊക്കെയാണ് പരിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ ഈ കാറിൻ്റെ അകത്ത് എത്ര പേരുണ്ടെന്ന് ആ സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എത്ര പേരുണ്ടെന്ന് നോക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് 10 പേര് 11 പേര്. പക്ഷേ ഞാൻ ഒരു 8 പേരെ ഞാൻ കണ്ടുള്ളൂ. ബാക്കി ഈ 3 പേരെ എടുത്തപ്പോൾ തന്നെ ഏകദേശം ഒട്ടും അനക്കമില്ലായിരുന്നു. പിന്നെ ഈ ഡ്രൈവർ പയ്യൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സംസാരിക്കുന്നത്. ആ പയ്യൻ പറയുന്നുണ്ട് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, ഞങ്ങളെല്ലാവരും സ്റ്റുഡൻ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു എന്താ പറ്റിയെന്നുള്ളതെങ്കിലും? അതോ അങ്ങനെയൊന്നും ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ആ പിള്ളേരെ പുറത്തെടുക്കുക. കാര്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. അത് ആ സമയത്ത് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് പുറത്തിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. പുള്ളി പറയുന്നതൊക്കെയാണ് ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഡ്രൈവറെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറിലാണ് പുള്ളി കൊണ്ടുപോകുന്നത്. ബാക്കി വന്ന ഒരു 6 ആംബുലൻസ് 7 ആംബുലൻസോളം വന്നിട്ടുണ്ട്. വേറെയിൽ 9 പേരോ 10 പേരോ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് കറക്റ്റ്. അതായത് സജു ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഇഷ്ടംപോലെ നമ്മുടെ സഹപ്രവർത്തകർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നതാണ്. അവരും പിന്നെ ഫയർഫോഴ്സ് വന്ന 2 പേർക്ക് ചെറിയ അവരുടെ കൈയൊക്കെ അതിനകത്ത് ജാമായി പോയിട്ടുണ്ട്. അവർക്കും പരിക്കുകളുണ്ട്. 2 പേരുടെ കൈ അതിനകത്ത് കിടക്ക് പോയതാണ്. അവർ ശരിക്കും കഷ്ടപ്പെട്ടു. ആരും നമ്മുടെ നാട്ടുകാരെല്ലാം ഇവിടെ എല്ലാവരും നാട്ടുകാരും ഫയർഫോഴ്സും കൂടെ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടാണ് അത്രയും ആൾക്കാരെ എടുക്കാൻ. നല്ല മഴയുണ്ടായിരുന്നു. റോഡിൽ നിന്ന് വണ്ടി തെന്നി മാറാൻ പറ്റുന്ന ടയർ തന്നെ നല്ല മഴയായിരുന്നു. സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം ആ CCTV നോക്കുമ്പോഴേക്കും അങ്ങനെയാണ് കാണിക്കുന്നത്. കാര്യം വണ്ടി വന്നിട്ട് സ്കിഡ് ചെയ്ത് നേരെ അതിൻ്റെ റൈറ്റ് സൈഡല്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇടിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നവർക്കാണ് കൂടുതലും പരിക്ക് വന്നിട്ടുള്ളത്. ഡ്രൈവർ സീറ്റ് വലിയ പരിക്ക് കാണുന്നില്ല. ഇന്നലെ നടന്ന അപകടത്തിന് ശേഷം അതിന് സാക്ഷികളായവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവരൊക്കെയാണ് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നും ഇന്നലെ അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ കാഴ്ചകൾ എന്തായിരുന്നു എന്നുള്ളതുമൊക്കെയായിരുന്നു അവർ വിശദീകരിച്ചത്. ആലപ്പുഴയിൽ അപകട സ്ഥലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സബിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.